കെ മുരളീധരൻ ഇപ്പോൾ വെച്ചിട്ടുള്ള സജഷൻ വളരെ 100% അംഗീകരിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൻ്റെ ഈ KPCCയുടെ പ്രസിഡൻ്റായിട്ട് വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളായിട്ട് ഞാൻ കാണുന്നത്, ഏറ്റവും എല്ലാവരെയും സമതുലിതയോടുകൂടി സമഭാവനയോടുകൂടി കൂട്ടിപ്പിടിക്കാൻ ഗ്രൂപ്പിസത്തിനപ്പുറത്ത് കഴിയുന്ന ഒരാളായിട്ട് കാണുന്നത് ബെന്നി ബെഹനാനെ തന്നെയാണ്. അജയ് തറയിൽ പോലും ഒരു തവണ ഇട്ടല്ലാതെ ആ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. ഇട്ടല്ലാതെ നടക്കുന്നതിനെക്കുറിച്ച് പോലും എതിർത്ത് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു വേർഷൻ നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നൊരു സാധനമാണ്. അവരെടുത്ത പണിയുടെ ഗുണമാണ്, അവരുടെ വിയർപ്പിൻ്റെ വെളിച്ചമാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്നത്. ഇന്ന് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ബാക്കിയുള്ളൊരു മന്ത്രിമാരുമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അവരാദ്യം നന്ദിപൂർവ്വം ഓർക്കേണ്ടത് ഈ അജയ് തറയിലിൻ്റെയും ജോസഫ് പാടക്കലെയും പോലെയുള്ള ആൾക്കാരെയാ. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. ഈ KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സണ്ണി ജോസഫ് ഏകദേശം ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതോടെ KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് വഹിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനിടയിൽ കെ മുരളീധരൻ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. MP-മാരും MLA-മാരും ഒരു സ്ഥാനം വഹിച്ചാൽ മതി, അവർ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണ്ട എന്ന രീതിയിലുള്ള പ്രസ്താവന കെ മുരളീധരൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ്? അല്ല, ഈ കെ മുരളീധരൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും കെ മുരളീധരനാണെന്ന് പറയും, കണ്ണടച്ച് പറയും. കെ മുരളീധരനെ കുറിച്ച് അപ്പുറത്തേക്ക് നിൽക്കുന്നൊരു KPCC പ്രസിഡന്റ്, അത് മുല്ലപ്പള്ളി ആണെങ്കിലും കെ സുധാകരനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ആരെയും ഞാൻ പറയില്ല. AN ആണെങ്കിലും വയലാർ രവി ആണെങ്കിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം കണ്ട എക്കാലത്ത് ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് കെ മുരളീധരനായിരുന്നു. കാരണം ഓർഗനൈസേഷൻ കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. ഒരു സംഘടന, ഒരു കേഡർ സ്വഭാവത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ കെ മുരളീധരൻ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത് തെളിയിച്ചു. മാത്രമല്ല അദ്ദേഹം എന്തായാലും ക്യാബിനറ്റിൽ വരും, സംശയമൊന്നുമില്ല. കേരള മന്ത്രിസഭയ്ക്കകത്തൊരു മന്ത്രിയായിട്ട് അദ്ദേഹം വരും എന്നുള്ളതാണ്. നല്ല നിലയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ 10-20 വർഷം മുമ്പേ മുഖ്യമന്ത്രിയാവേണ്ട ആളാണ്. ഇപ്പം വേറെ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള ആളുകളുടെ കീഴിലും മന്ത്രിയാവാൻ വേണ്ടി വരുന്നതെന്നുള്ളത് കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ചില കുറ്റവിചാരണകളുടെ ഭാഗമാണ് എന്നുള്ളതും കൂടി പറയാതിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ പുള്ളി ഇന്ന് അയാൾ ക്യാബിനറ്റിൽ ഇരിക്കേണ്ട ആളാണോ? മുഖ്യമന്ത്രിയല്ലേ? അതിന് മരണം വരെ മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ പറ്റുന്ന ആളായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയ ആളാണ് കെ മുരളീധരൻ. പക്ഷേ കെ മുരളീധരൻ ഇപ്പോൾ വെച്ചിട്ടുള്ള സജഷൻ വളരെ 100% അംഗീകരിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൻ്റെ ഈ KPCCയുടെ പ്രസിഡൻ്റായിട്ട് വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളായിട്ട് ഞാൻ കാണുന്നത്, ഏറ്റവും എല്ലാവരെയും സമതുലിതയോടുകൂടി സമഭാവനയോടുകൂടി കൂട്ടിപ്പിടിക്കാൻ ഗ്രൂപ്പിസത്തിനപ്പുറത്ത് കഴിയുന്ന ഒരാളായിട്ട് കാണുന്നത് ബെന്നി ബെഹനാനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബെന്നി ബെഹനാൻ ചാലക്കുടി MP ആണ്. പക്ഷേ MP-മാർ MLA-മാർ ഇതിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചാലക്കുടി MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആവുന്നതിനകത്ത് ഈ സംഘടനയെ എങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനകത്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സംഘടനാ പ്രാവീണ്യമാണ് കൊടുക്കേണ്ടത്. സംഘാടക വൈദഗ്ധ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഓർഗനൈസേഷൻ കപ്പാസിറ്റിക്കകത്ത് ബെന്നി ബെഹനാൻ നമ്പർ 1 ആണ്. ഇനി അടുത്തതായിട്ട് 2 പേരുണ്ട്. ഒന്നിനും കൊള്ളാത്തവരൊന്നുമല്ല. ഇവർ ഈ കാലങ്ങളായിട്ട് ചവച്ചുകൊട്ടയിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള ഇവരൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് മുടച്ചവരാന്നേ. ഇപ്പോഴത്തെ നിൽക്കുന്ന റീൽസ് കൂട്ടപ്പന്മാരല്ല. റീൽസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ സംഘടനയ്ക്ക് അടി കൊണ്ട്, വെയിൽ കൊണ്ട്, മഴ കൊണ്ട്, ജലപീരങ്കി കൊണ്ട് സമരം നയിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിലൂടെയും KS-ലൂടെയും കടന്നു വന്നിട്ട് കോൺഗ്രസിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് അജയ് തറയിലും ജോസഫ് പാടക്കലും. മറന്നു കളയാൻ പറ്റുമോ? സിബി കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. ഞാൻ എന്തായാലും കോൺഗ്രസ്സുകാരനായിരുന്നില്ല. സിബി ബേസിക്കലി കോൺഗ്രസ്സുകാരനായിരുന്നു. മറന്നു കളയാൻ പറ്റുമോ? അജയ് തറയിലിൻ്റെയും ജോസഫ് പാടക്കൻ്റെയും ദീപ്തി മേരി വർഗീസിനെയും ഒക്കെ മറന്നു കളയാൻ പറ്റുമോ? നിങ്ങൾ ഒരിക്കലും പറ്റുന്നതല്ല. എന്തായിരുന്നാലും ഞാൻ SFIയിലൂടെയും ഇടതുപക്ഷത്തിലൂടെയും കടന്നു വന്നുകൊണ്ട് അക്കാലത്ത് ഓരോ സഖാക്കളും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ച് എനിക്ക് മറന്നു കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗീനാകുമാരി ഗവൺമെൻറ് പ്രോസിക്യൂട്ടറാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. പക്ഷേ ഗീന ചേച്ചിയൊക്കെ നമ്മൾ ഒരു ആരാധനയോടുകൂട്ടാണ് കാണുന്നത്. ആ ഒരു ആരാധന, അവരോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം, അതൊക്കെ ഒരു സംഘടനയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അവരോടുണ്ടായിട്ടുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹവും ആരാധനയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെ സിബിക്ക് മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ അജയ് തറയിലിനോടും ജോസഫ് പാടക്കലിനോടും ഉള്ള ഇഷ്ടം സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുണ്ടാവും. ജോസഫ് പാടക്കൽ
ഒരു തവണ പിന്നെ MLA ആയിരുന്നു എനിക്ക് തോന്നുന്നു, മൂവാറ്റുപുഴ MLA. അന്നാണ് മൂവാറ്റുപുഴ ഏറ്റവും കൂടുതൽ വികസനം കണ്ടിട്ടുള്ളത്. അതെ, പിന്നെ മൂവാറ്റുപുഴ MLA. അജയ് തറയിൽ പിന്നെ ഒരു തവണ മത്സരിച്ചു, പിന്നെ വയലാർ രവിയുടെ നോമിനിയായിട്ട്, പക്ഷേ അന്ന് വിജയിച്ചില്ല. പിന്നീട് മേഴ്സി രവിയെ മത്സരിപ്പിച്ചു. പക്ഷെ ഞാൻ പറയുന്ന അജയ് തറയിൽ പോലും ഒരു തവണ കെതർ ഇട്ടല്ലാതെ ആ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. കെതറിട്ടല്ലാതെ നടക്കുന്നതിനെക്കുറിച്ച് പോലും എതിർത്ത് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു വേർഷൻ നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നൊരു സാധനമാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ഗാന്ധിസം എന്ന് പറയുന്നൊരു സംസ്കാരം, അത് മനസാക്ഷിയോടും മനസ്സിനോടും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് അജയ് തറയിലും ജോസഫ് പാടിക്കനും. ജോസഫ് പാടിക്കൻ ഇത്തവണ പിന്നെ മറ്റേ ഏറ്റുമാനൂർ സീറ്റ് കിട്ടുന്ന എഴുതിയിട്ട് പിന്നെ 1 കോടി രൂപയുടെ ഫ്ലെക്സ് അടിച്ചപ്പോൾ അത് കയ്യിൽ നിന്ന് കൊടുക്കാൻ ഇനിയിപ്പോൾ എന്താ മാർഗം എന്നുള്ള അറിയാത്ത അവസരം നിൽക്കുക. ആ മനുഷ്യനോടൊക്കെ ചെയ്യേണ്ട ഇവർ പിന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചെയ്യേണ്ടത് സാമാന്യം വരെ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പൈസ എല്ലാവരും കൊടുക്കുക, അത് മാത്രമല്ല ഇവർ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. ഇവർ കാണിച്ചത്രയും ഡെഡിക്കേഷൻ ഇന്നത്തെ കാലത്ത് പിന്നെ ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് BJPയിലോ CPMലോ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ളതാണ്. ഇപ്പം സരിനെപ്പോലുള്ള ആൾക്കാരുള്ള കാലത്താണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ ഈ 60 വയസ്സിലും 70 വയസ്സിലും എൻ്റെ പാർട്ടി കോൺഗ്രസ്സാണ്, അത് വിട്ട് ഞാൻ പോകില്ല എന്ന് പറയുന്ന, എൻ്റെ മരണം കോൺഗ്രസ്സുകാരനായിട്ടായിരിക്കണം എന്ന് പറയുന്ന മനുഷ്യരെ അവരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ഏറ്റവും അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വം? NSCയുടെ ഉത്തരവാദിത്തമല്ല, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം. അതുകൂടാണ്ട് ജോസഫ് വാഴയ്ക്ക് എന്ന് പറഞ്ഞാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതുകൂടാണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതിനുശേഷം പിന്നീട് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് വാഴയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു ഓർഗനൈസറാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മൂവാറ്റുപുഴയിൽ അദ്ദേഹം MLA ആയിട്ടിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ മികവ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ജോസഫ് പാടിക്കനെ കുറിച്ചൊക്കെ പറയുമ്പം ഇപ്പോഴാണല്ലോ ഈ ചാനൽ ചർച്ചകൾക്കകത്ത് ഒരുപാട് താരങ്ങൾ വരുന്നത്. അന്ന് ഈ പേരിന് വേണ്ടിയിട്ടുള്ള ചാനലേ ഉള്ളൂ. ആദ്യം ദൂരദർശൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യാനെറ്റ് വരുന്നു, കൈരളി വരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഇതിന് വേണ്ടിയിട്ട് തൊണ്ട പൊട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് ജോസഫ് പാടിക്കാനാ. അജയ് തറയിലും അതേപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, MA ഷാനവാസ് അന്തരിച്ചു പോയി, പഴയ നമ്മുടെ വയനാട് MP. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 2-3 പേരെ എടുത്തതിൻ്റെ അവരെടുത്ത പണിയുടെ ഗുണമാണ്, അവരുടെ വിയർപ്പിൻ്റെ വെളിച്ചമാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്നത്. ഇന്ന് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ബാക്കിയുള്ളൊരു മന്ത്രിമാരുമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരാദ്യം നന്ദിപൂർവ്വം ഓർക്കേണ്ടത് ഈ അജയ് തറയിൻ്റെയും പിന്നെ ജോസഫ് പാടിക്കലെയും പോലെയുള്ള ആൾക്കാരെയാണ്. അവർക്ക് ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകുക എന്നുള്ള, മര്യാദ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രത്യക്ഷത്തിൽ അവർക്ക് വിസിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ ഇവർ പോകാൻ പാടില്ല, അത് ഗുരുതന്നെയാണ്. അപ്പോൾ അവരുടെ ആ കഴിവുകൾ, സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റുന്ന 70 പിന്നെ 65 വയസ്സുള്ള പ്രായമുള്ള മനുഷ്യരാണ്. ജീവിതത്തിലൊന്നും ആയിട്ടില്ല. ഇവിടെ ഓരോരുത്തർ ഇപ്പം കിടന്നിട്ട് 28-30 വയസ്സുള്ളൊരു ഗോഷ്ഠി കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇത്രയും കാലം ജീവിതത്തിലെ 70 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പാടിക്കൽ 70 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നത്, 69-70 അങ്ങണ്ടായെന്ന് തോന്നുന്നു. പിന്നെ അജയ് തറയിലിനും 10-15 വയസ്സായിട്ടുണ്ട്. അപ്പം അവരുടെ 10-50 വർഷം അവർ കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ നന്ദി കേട് പാർട്ടി അവരോട് കാണിക്കരുത്. നന്ദി കാണിക്കുക, അവരെ ഉചിതമായ സ്ഥാനങ്ങൾ, അർഹമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ, ദേശീയ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ്. സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. അതിനകത്ത് BD സതീശനും പിന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എല്ലാ ഗ്രൂപ്പ് വൈരാഗ്യങ്ങളും മറന്നുകൊണ്ട് അവരെ അംഗീകരിക്കണം എന്ന കാര്യത്തിനകത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന അഭിപ്രായത്തിലേക്ക് അവർ പോകണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്.